നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളെല്ലാം കടുത്ത വേനലിലേക്ക് കടന്നു കഴിഞ്ഞു. താപനില ഉയരുമെന്ന കണക്ക് കൂട്ടി ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ പല രാജ്യങ്ങളും തുടങ്ങിയിരുന്നു. താപനില ഉയർന്നാൽ പുറത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. അതിനാൽ പുറത്ത് പണിയെടുക്കുന്നതിനുള്ള സമയക്രമം ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ ഉടൻ പുറപ്പെടുവിക്കും. UAE-യിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കുറച്ചു ദിവസങ്ങളായി 2 തവണ 45 ഡിഗ്രി സെൽഷ്യസ് കടന്നു. വരും ദിവസങ്ങളിൽ ഇത് കൂടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ച അൽ ദഫ്രയിൽ 46 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നപ്പോൾ കഴിഞ്ഞ ദിവസം അൽ ഗവീഫാത്തിൽ 47.1 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ടു. 47 ഡിഗ്രിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ താപനില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ തിങ്കളാഴ്ച താപനിലയിൽ കുറവുണ്ടായി. താപനിലയിൽ 5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടായി. ഇത് ചൊവ്വാഴ്ച വരെ തുടരും. ബുധനാഴ്ച താപനില വീണ്ടും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അതിനുശേഷം വീണ്ടും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയുന്നതിനും UAE സാക്ഷ്യം വഹിക്കും. അടുത്ത 2 ദിവസങ്ങളിൽ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം സൂചിപ്പിക്കുന്നു. പരമാവധി 36 ഡിഗ്രി സെൽഷ്യസ് പ്രതീക്ഷിക്കുന്നു. മുൻ ദിവസത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണിത്. അതുപോലെ ദുബായിൽ താപനില കുറയും. മെർക്കുറി 37 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ മഴ പ്രതീക്ഷിക്കുന്നതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജിയിലെ ഡോക്ടർ അഹമ്മദ് ഹബീബ് പറഞ്ഞു. അതേസമയം ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ചൂട് കടുക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനില 45 ഡിഗ്രി വരെ ഉയരും. തെക്ക് വടക്ക് ബാദിന ഗവർണറേറ്റുകളിലാകും ചൂട് കൂടുതൽ അനുഭവപ്പെടുക. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ മധ്യാഹ്ന വിശ്രമ സമയം നേരത്തെ തന്നെ വേണമെന്നതാണ് പലരും ആവശ്യപ്പെടുന്നത്. 3 മാസത്തെ മധ്യാഹ്ന വിശ്രമ സമയം ജൂൺ 1 മുതലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ വേളയുണ്ടാകുക. എന്നാൽ കുവൈറ്റ് വേനൽക്കാലത്തിലേക്ക് പ്രവേശിച്ചതായും ഇനിയുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ താപനില 40 ഡിഗ്രിയിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൽ അസീസ് അൽ ഖരാവി പറഞ്ഞു. മെയ് മാസത്തിൽ ക്രമേണ ചൂടുകൂടി ജൂണോടെ ശക്തി പ്രാപിക്കും. ജൂൺ ആദ്യം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ കടുത്ത ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടാറ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ മേഖലയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് കുവൈറ്റ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.